2-ൽ നമ്മൾ പാക്കിംഗ് ആണ്. ഞാൻ ഈ ഷർട്ടിൻ്റെ കൂടെ 3 ക്ലിപ്പും കൂടെ വാങ്ങിയായിരുന്നു. പിന്നെ ഇതിന് മാച്ച് ആവുന്ന ഒരു നെയിൽ പോളിഷും കൂടെ ഞാൻ പർച്ചേസ് ചെയ്തായിരുന്നു. ഇതെല്ലാം ഞാൻ സ്റ്റുഡിയോന്നായിരുന്നു പർച്ചേസ് ചെയ്തത്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് പാക്കിംഗ് ആണ്. പാക്കിംഗ് എല്ലാം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ അതിനകത്ത് ചെറുതായിട്ടൊന്ന് ഡെക്കറേഷനൊക്കെ ചെയ്തു. അങ്ങനെ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞ് കൊറിയർ കവർ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കൊറിയർ കവറിലിട്ട് ആണ് ഞാൻ പാക്ക് ചെയ്തത്. അങ്ങനെ ഇറങ്ങി ഓടാമെന്ന് വിചാരിച്ച് നിന്നപ്പോഴാണ് ബ്രെഡ് ഫുള്ളും ഞാൻ അലങ്കോലാക്കി ഇട്ടേക്കുമായിരുന്നു. അങ്ങനെ ഇട്ടിട്ട് പോയി ശരിയാവില്ല എന്ന് വെച്ചിട്ട് ഞാൻ ഫുള്ളും എല്ലാം എടുത്ത് നീറ്റ് ചെയ്ത് വെച്ചു. ഇറങ്ങാൻ നേരത്ത് ഭയങ്കര മഴ വരുന്നുണ്ടായിരുന്നു. നല്ല കൊടുങ്കാറ്റായിരുന്നു കേട്ടോ. ഒട്ടും നടക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ വന്നപ്പോൾ ഞാൻ ഓട്ടോ വിളിച്ചിട്ടാണ് പോയത്. അങ്ങനെ മെട്രോ സ്റ്റേഷനിലെത്തി. അങ്ങനെ മെട്രോയ്ക്കാണ് നമ്മൾ പോയത്. അങ്ങനെ മെട്രോ സ്റ്റേഷനിലെത്തി മെട്രോയൊക്കെ ഇറങ്ങി വൈറ്റിലെത്തിയപ്പോഴേക്കും മഴയൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് ഞാൻ ആര്യനെ കണ്ടുകിട്ടിയിട്ട് ആര്യ കോട്ടയത്ത് കല്യാണത്തിന് പോയേക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കണ്ടുകിട്ടി ഞങ്ങൾ കൊറിയർ ചെയ്യാൻ വേണ്ടി പോയി. അവിടെ എത്തിയപ്പോഴാണ് അവർ പറഞ്ഞത് ഇന്ന് ക്ലോസ്ഡ് ആണ്, ടൈം കഴിഞ്ഞു പോയിന്ന്. ഇത്രയ്ക്കധികം കഷ്ടപ്പെട്ടിട്ട് ക്ലോസ്ഡ് ആണെന്ന് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടമായിട്ടോ. പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചപ്പോഴാണ് അവൻ പറഞ്ഞു 20-ാം തീയതി കോട്ടയത്ത് നിന്ന് വരുന്നുണ്ട്, അപ്പോൾ 21-ാം തീയതി ചേച്ചീൻ്റെ കൊടുക്കാൻ. അപ്പോൾ ഇവൻ എത്തുന്നതിന് മുന്നേ ഞാൻ അവിടെ എത്തും എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഞാനൊന്നും നോക്കിയില്ല. അങ്കമാലി പോയി. ഞാൻ അവിടെ പോയിട്ട് ഞാൻ കൊറിയർ ചെയ്തു. അങ്കമാലിയിലേക്കുള്ള ടിക്കറ്റൊക്കെ എടുത്ത് അവിടെ ഒരു 11:30 ആയപ്പോഴേക്കും ഞാൻ അങ്കമാലി എത്തി. അവിടെ വെയിറ്റിംഗ് ഏരിയയിലുള്ളൊരു ചേട്ടനെ ഞാൻ കൊറിയർ ഏൽപ്പിച്ച് ഞാൻ പോയിട്ടു. അവൻ്റെ കയ്യിൽ കിട്ടുമോ ഇല്ലെന്ന് പോലും എനിക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു. പിന്നെ വരുന്നിടത്ത് വെച്ച് പിന്നീട് എന്ത് സംഭവിച്ചെന്ന് ആലോചിച്ചെങ്കിൽ ഭയങ്കരമായിട്ടും ടെൻഷനാണ്. വിളിച്ചിട്ടൊന്നും ആരും ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം ആയപ്പോൾ എൻ്റെ ചേച്ചിയുടെ കയ്യിൽ ഐറ്റം കിട്ടിയെന്ന് പറഞ്ഞ് ചേച്ചി എനിക്ക് മെസ്സേജ് അയച്ചു. സോ എനിക്ക് ഭയങ്കര അധികം സന്തോഷമായിരുന്നു കേട്ടോ. കാരണം ഞാൻ ഇത്രയ്ക്കധികം കഷ്ടപ്പെട്ടിട്ട് ചേച്ചിക്ക് ബർത്ത്ഡേൻ്റെ അന്ന് തന്നെ കൊടുക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് എന്നോട് എല്ലാവരും പറഞ്ഞേക്കുന്നത് അപ്പം കൊടുക്കണ്ട, പിന്നീട് കൊടുത്താൽ മതി എന്നായിരുന്നു. ബട്ട് എനിക്കതൊന്നും പറ്റൂലായിരുന്നു. എനിക്ക് അപ്പം തന്നെ ചേച്ചിൻ്റെ കയ്യിൽ കൊടുക്കണം എന്നായിരുന്നു കേട്ടോ എൻ്റെ ആഗ്രഹം. എന്തായാലും അതുപോലെ തന്നെ നടന്നിട്ടുണ്ട്. എൻ്റെ ചേച്ചിക്ക് ഒരുപാട് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ബൈ.